സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഷാബു വർക്കല. ഞാനിപ്പോൾ നിൽക്കുന്നത് എലിത്ത് എന്ന് പറയുന്ന സ്കോട്ട്ലാൻഡിലെ ഒരു ടൗൺ സെൻറ്ററിലാണ്. ഈ ടൗൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാനത് കാണിക്കാം. ടൗൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ സെൻസസ് എടുത്ത സമയത്ത് 2345 ആണ്. അത് 1-2 വർഷത്തിന് മുമ്പായിരിക്കും ചിലപ്പോൾ സെൻസസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടൗൺ സെൻറ്റർ മാത്രം ഒന്ന് കാണാം. വളരെ ചെറിയ ഒരു ടൗൺ. ഇതിൻ്റെ മധ്യത്തൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഈ ടൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്ഥലപ്പേര് എന്ന് പറയുന്നത് എലിത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. അതൊന്ന് ചുറ്റിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഈ ചുറ്റുവട്ടത്ത് കാണുന്ന ഇത്രയുമാണ് ഈ ടൗൺ എന്ന് പറയുന്നത്. എന്നാൽ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരു ഗാർഡന് ആവശ്യമായ അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കുന്നൊരു കട, അതുപോലെ ഒരു ബുച്ചറുണ്ട്, ഒരു ഹോട്ടലുണ്ട്, ബാറുണ്ട്, ചെറിയ ഗ്രോസറികളൊക്കെ ഉണ്ട്. സെൽഫ് കാറ്ററിംഗ് ഉള്ള സ്ഥലമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ്, രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചെറിയ ബോട്ടിലിൽ നമ്മൾ സ്പൈസസ് ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു റൂം എന്ന് പറയുമ്പോൾ അതിന് ഒരു വീട്ടിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലമാണ്. ടയറും വാഷിംഗ് മെഷീന് അതുപോലെ തന്നെ ഡിഷ് വാഷർ എല്ലാം തന്നെ ഉണ്ട്. ഒരു ചെറിയ ഡിന്നർ നമുക്ക് ഇത്രയും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അന്നത്തേക്ക് വേണ്ടി ഉണ്ടാക്കി. 1982 ഒരു സാധനം ഈ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് വാങ്ങിച്ചു. എലിത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം ആണ് ഈ പള്ളി എന്ന് പറയുന്നത്. വളരെ കാലപ്പഴക്കം ചെന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല. അതിൻ്റെ മതിലും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ബോർഡുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇതൊക്കെ വളരെ പഴക്കം ചെന്ന പള്ളിയാണെന്നുള്ളത് ഉണ്ട്. ഇതൊരു ഫാം ഷോപ്പാണ് ഈ കാണുന്നത്. ഈ ഫാം ഷോപ്പിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഏരിയയിൽ ഇവിടെ തന്നെ നട്ട് വളർത്തിയ സാധനങ്ങളായിരിക്കും. ആവശ്യം പോലെ പിടിച്ച് പോകുന്നുണ്ട്. കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ വിളയുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ട്. സ്ട്രോബെറി, അതുപോലെ റാസ്ബെറിയും സ്ട്രോബെറിയും എല്ലാം ഫ്രഷായിട്ട് അവർ ഒരു ഇതിൽ വച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഈ വാട്ടർ ഫാൾസ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതിനകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ വാട്ടർ ഫാൾസ് നമുക്ക് കാണാൻ പറ്റും. ചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആളുകൾക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ആ വഴി കൂടെ നമുക്ക് പോയാൽ ഒരു സൈഡിൽ ഇതേപോലെ നദി ഒഴുകും. ഒരു നടപ്പാതയുണ്ട്. നടപ്പാത വഴി നമുക്ക് പോവുകയാണ്. നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്. ആളുകൾ നടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പോവാം. എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒരു നല്ല ഇതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ഭയങ്കര സൗണ്ടാണ് ഇപ്പോൾ വരുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറു സൈഡിൽ പോയി നിന്നിട്ട് ചിലപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇത് കുഴിയിലോട്ടാണ് ഈ വെള്ളം ഇനി പോകുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം എടുക്കാൻ പറ്റും. ഈ മരത്തിൻ്റെ വേരുകളുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗ്രിപ്പ് നമുക്ക് കിട്ടും. ഈ മരത്തിൻ്റെ വേരിൽ ചവിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പ് കിട്ടും. വെള്ളത്തിൻ്റെ നല്ല കറുത്ത കളറ് ഉണ്ട്. അവിടെ ഒരു മരമുണ്ട്, നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള. എന്നാ സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ നാട്ടിലെ ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ കാണുന്നില്ലേ? ഇത് കണ്ട എന്ത് കിടിലം വെള്ളച്ചാട്ടമാണെന്ന് നോക്കിയാണ്. അതിൻ്റെ ആ വ്യൂ എന്ന് പറഞ്ഞാൽ കാടും കാട്ടിൻ്റെ മധ്യത്തുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു വീട് കണക്കെ കാണുന്നത് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. കണ്ട് ചിലപ്പോൾ ഇവിടെ ആളുകൾ എന്തെങ്കിലുമൊക്കെ വല്ല ഡാമോ എന്തെങ്കിലുമൊക്കെ കെട്ടാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടതും അതാണ്. കണ്ടോ, നിറം മാറിയാണ് പിന്നെ അത് പോകുന്നത്. എന്താണ് അതിൻ്റെ കാര്യം എന്നറിയത്തില്ല. പതഞ്ഞ് പൊങ്ങി കണ്ട കറുത്ത വെള്ളം. നേരത്തെ വീഡിയോ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടും. കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ഹൗസുകൾ ആവശ്യം പോലെ ഉണ്ട്. ഫാമുണ്ട്, ആടുകളുണ്ട്. ഇവിടുത്തെ ഒരു ആടുകൾ എന്ന് പറയുന്നത് നല്ല ഏത് തണുപ്പത്തും
നമ്മളൊക്കെ ഇപ്പോൾ കോട്ടിട്ടാണ് നിൽക്കുന്നത്, അതിനും കോട്ടുണ്ട് ഉണ്ട്. അതുപോലെ തന്നെ പശു ഉണ്ട്. നല്ല നാച്ചുറലായിട്ടുള്ള പുല്ലാണ് തിന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഈ ആടിൻ്റെയൊക്കെ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഇറച്ചിയാണ്. കാരണം ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന ആടാണ്, നമ്മുടെ നാട്ടിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളതല്ല. അല്ല, വലിയ ഫാമാണത്. ഒരു ഏരിയയിൽ നമ്മളങ്ങ് നമ്മൾ കാണാത്ത അത്രയും ദൂരത്താണ്. ഇതൊന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം ആട്. ഇങ്ങോട്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യം പോലെ ആടുണ്ട്. നല്ല മഴയുണ്ട്. നമ്മൾ സ്വല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ അത് തൊട്ടടുത്തൊരു ഫാമാണ് കേട്ടോ. പശുവും പശുക്കുട്ടിയൊക്കെ ആയിട്ട്. സ്കോട്ട്ലാൻഡിലെ മയിലിനെ കണ്ടില്ല എന്ന് പറയരുത്. കണ്ടത് വീടാണ്, വീട്ടിൻ്റെ പുറകുവശമാണ്. ഇതൊരു ഫാം ഹൗസാണ്. അപ്പോൾ ഫാം ഹൗസിൽ നിൽക്കുന്നതാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാം ഹൗസിൻ്റെ വ്യൂ കാണാം. അവിടെ കണ്ട ഒരു കുതിരയുണ്ട്. പിന്നെ ആളുകൾക്ക് താമസിക്കാനുള്ള പോടെന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. തടി കൊണ്ടുണ്ടാക്കിയ 2-3 പോഡ് അവിടെ ഉണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. നല്ലതുപോലെ ഇങ്ങോട്ട് നോക്കി പോസ് ചെയ്യണമല്ല. ഇത് ഇവിടുത്തെ കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള. വണ്ടിയുടെ സൗണ്ടൊന്നും കേട്ടാൽ മുയലൊക്കെയാണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടാലൊക്കെ ഓടിക്കളയും. ഇതുണ്ട്, ഇത് ഓടാതെ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഇവിടെ കാണുന്നതെല്ലാം ഇതെല്ലാം കൃഷിയാണ്, ഫാമാണ്. ചെറിയാണ് പിടിച്ചിരിക്കുന്നത്. പിടിച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അതിനകത്തോട്ട് നമുക്കൊന്ന് എങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ആരെങ്കിലും വന്ന് വെളിയിലാക്കുകയാണെങ്കിൽ നമ്മളെ അപ്പോൾ പോവാം. എന്താ ഇതിലെല്ലാം പിടിച്ചിരിക്കുന്നുണ്ട് ചെറി. ഈ കാണുന്നതാണ് ബ്ലാക്ക് റണ്ടിൻ്റെ ഫാമാണ്. ബ്ലാക്ക് റണ്ടും അതിനൊക്കെ തന്നെ അതിൻ്റെ കായ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണിക്കുക. ഇത് നമ്മളെ വീട്ടിലുള്ള സാധനമാണ്. കണ്ട ബ്ലാക്ക് റണ്ട് ഭയങ്കര ഗുണമുള്ള സാധനം. അതിൻ്റെ തോട്ടമുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എത്രയെങ്കിലും ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അടുത്ത ഒരു ഫാമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കത്താ ദൂരത്തോളം നമുക്ക് നീണ്ടിങ്ങനെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നീണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ആ ചെടിയുടെ അടുത്തോട്ട് പോകുമ്പോൾ നമുക്കറിയാം അതിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നത് റാസ്ബെറിയാണ്. നമ്മൾ നേരത്തെ സ്ട്രോബെറിയും റാസ്ബെറിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇവിടെ നിന്നൊക്കെയാണ് അത് അടർത്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നത്.